ഛത്തീസ്ഗഡിലെ റായ്ഗർ ഏരിയയിൽ 2016 മെയ് 7-നാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ റോഡിലൂടെ സാധാരണഗതിയിൽ മോർണിംഗ് വാക്കിന് ആളുകൾ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ അവർ അതിഭീകരമായ ഒരു കാഴ്ച കാണുകയാണ്. ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും റോഡിൽ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. പബ്ലിക് അങ്ങനെ പോലീസിനെ വിവരമറിയിക്കുകയാണ്. വിവരമറിഞ്ഞ് പോലീസുകാർ ഉടനെ തന്നെ സ്ഥലത്തെത്തി. അവരെ നോക്കുമ്പോൾ രണ്ട് ബോഡിയുടെയും മുഖം ചതഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു 30-35 വയസ്സ് പ്രായം തോന്നും. മറ്റേ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 10-14-15 വയസ്സ് പ്രായം തോന്നും. അപ്പോൾ ഇത് കണ്ടു, മുഖം ചതഞ്ഞിരിക്കുന്നു, ഇതേപോലെ തന്നെ ഒരു ആക്സിഡന്റ് കേസ്. അപ്പോൾ ചുറ്റും കൂടിയിരുന്നവർക്കോ അതേപോലെ തന്നെ ആ ഏരിയയിലുള്ള ആർക്കും ഇത് ആരാണെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു ആക്സിഡന്റ് ആണോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും മിസ്റ്ററി ഉണ്ടോ അങ്ങനെയുള്ള രീതിയിലൊക്കെ പോലീസുകാർ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അതായത് ഇത് വെറും ഒരു ആക്സിഡന്റ് അല്ല, ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഒരു സീൻ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ ഹയർ ഓഫീസേഴ്സിനെ വിവരം അറിയിക്കുകയാണ്. അങ്ങനെ ക്രൈം സീനിലോട്ട് ഹയർ ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ എത്തി. അതിനുശേഷം IG ഒരു പുതിയ ടീം ഫോം ചെയ്യാണ് ഉണ്ടായത് ഈ ഒരു കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട്. രാകേഷ് മിശ്ര എന്ന് പറയുന്ന ഒരു ഓഫീസറുടെ അണ്ടറിലായിരുന്നു ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടർന്നത്. അപ്പോൾ ആരാണ് ആ മരിച്ച 2 സ്ത്രീകൾ, അതുപോലെ തന്നെ അവർ എങ്ങനെ അവിടെ എത്തി, പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്, അവസാനം കുറ്റവാളികളെ പിടികൂടിയോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പോലീസുകാർ അങ്ങനെ ക്രൈം സീനിൽ നിന്ന് എവിഡൻസും മറ്റൊക്കെ കളക്ട് ചെയ്ത് ബോഡിയൊക്കെ റിക്കവർ ചെയ്ത് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ്. അങ്ങനെ ഇൻവെസ്റ്റിഗേഷനും ഇതിന് പാരലായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒഡീഷയിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. അവിടെ പ്രജയ് നഗറിൽ സരോജ് ദാസ് എന്ന് പറയുന്ന ഒരാൾ എന്നത്തെയും പോലെ രാവിലെ ചായക്കടയിലോട്ട് ചായ കുടിക്കാനായിട്ട് പോയതായിരുന്നു. ആളിങ്ങനെ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഇതേപോലെ ന്യൂസ് കാണിക്കുന്നുണ്ടായിരുന്നു. ഛത്തീസ്ഗഡിൽ ഇതേപോലെ തന്നെ 2 സ്ത്രീകളുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്, മുഖം ചതഞ്ഞരിഞ്ഞ അവസ്ഥയിലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ സരോജ് ദാസ് ആകപ്പാടം ഞെട്ടിപ്പോവുകയാണ്. അയാൾക്ക് ആ സ്ത്രീയെ അറിയാമായിരുന്നു. ജസ്റ്റ് അറിയാൻ മാത്രമല്ലായിരുന്നു, അത് ആളുടെ സിസ്റ്ററാണോ എന്നുള്ളൊരു സംശയം ആളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. കാരണം അതുപോലെ തന്നെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു സിസ്റ്ററിന് ഉണ്ടായിരുന്നു. പിന്നെ കണ്ടപ്പോൾ സിസ്റ്ററാണെന്ന് തന്നെ തോന്നി. അങ്ങനെ നേരെ ആൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് കൽപ്പനാദാസ് എന്ന് പറയുന്ന തൻ്റെ സിസ്റ്ററാണ് ആ മരിച്ചത് എന്നുള്ള കാര്യം പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. ഉടനെ തന്നെ അവിടെയുള്ള പോലീസുകാർ ഛത്തീസ്ഗഡ് പോലീസിനെ കോൺടാക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ബോഡി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സരോജ് ദാസ് അങ്ങോട്ട് പോവുകയും ചെയ്തു. സരോജ് ദാസ് അവിടെ ചെന്നു, ബോഡി ഐഡന്റിഫൈ ചെയ്തു, തൻ്റെ ചേച്ചിയാണെന്ന് കൺഫേം ചെയ്യുകയാണ്. ഇട്ടിരിക്കുന്ന ഡ്രസ്സും അതുപോലെ തന്നെ ഐബ്രോവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് തൻ്റെ ചേച്ചിയാണെന്നുള്ളൊരു കാര്യം കൺഫേം ചെയ്തത്. അപ്പോൾ കൽപ്പനാദാസ് എന്ന് പറയുന്ന 36 വയസ്സുള്ള സ്ത്രീയാണ് മരിച്ചത് എന്നുള്ള കാര്യം പോലീസിന് കൺഫേം ആവുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് മരിച്ചു കിടന്നിരുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിക്ക് ഒരു 14-15 വയസ്സ് പ്രായം കാണും. ആ പെൺകുട്ടി എന്താ പറയുക, കൽപ്പനാദാസിൻ്റെ മകളായിരുന്നു. അടുത്തതായിട്ട് പോലീസുകാർ കൽപ്പനയുടെ ഹസ്ബൻഡിനെ വിളിപ്പിക്കുകയായിരുന്നു. സുനിൽ എന്നായിരുന്നു ആളുടെ പേര്. അപ്പോൾ ആളും ആ ഒരു സ്ഥലത്തോട്ടെത്തി ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ട് ആൾ തേങ്ങി കരയുകയായിരുന്നു. ആളുടെ മകളും ഭാര്യയുമാണ് മരിച്ചു കിടന്നിരുന്നത് എന്നുള്ളത് ആളും കൺഫേം ചെയ്തു. അപ്പോൾ ആളോട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഏകദേശം 10 വർഷങ്ങളായിട്ടുണ്ടായിരുന്നു ആളും ആളുടെ വൈഫും പിരിഞ്ഞിട്ട്. എന്നാലും ആള് എന്താ പറയുക, ആളുടെ മകൾക്ക് വേണ്ടിയിട്ട് കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ പെൺകുട്ടി വലുതാകുമ്പോൾ അതിൻ്റെ കല്യാണം നടത്തിക്കണം, മര്യാദക്ക്, അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം, അതിനുവേണ്ടി ആളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളിങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇനി വേസ്റ്റ് ആയല്ലോ എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ആളവിടെ കിടന്ന് കരയുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ആരാണ് കൽപ്പനാദാസ്? ഒഡീഷയിലെ രുകേഷ് ദാസ് എന്ന് പറയുന്ന ഒരാൾക്ക് 3 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. മൂത്തതൊരു പെൺകുട്ടിയായിരുന്നു, കൽപ്പനാദാസ് എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. രണ്ടാമത്തെ ഒരു മകനായിരുന്നു സരോജ് ദാസ് എന്നായിരുന്നു ആ പയ്യന്റെ പേര്. അതുപോലെ തന്നെ 3ാമത്തെ മകന്റെ പേര് ശരൺ ദാസ് എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു പെൺകുട്ടി കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് സുനിൽ എന്ന് പറയുന്ന ഒരു പയ്യനെ പരിചയപ്പെടുന്നത്. ആ ഒരു പരിചയം പിന്നീട് ഒരു സുഹൃത്ത് ബന്ധമായിട്ട് മാറുകയായിരുന്നു. അതിനുശേഷം അതൊരു പ്രണയമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ പ്രണയത്തിൻ്റെ വിവരം വീട്ടിലറിഞ്ഞപ്പോൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പുകളും മറ്റുമൊക്കെ ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വീട്ടുകാർ സമ്മതിക്കില്ല എന്നുള്ളൊരു കാര്യം അവർ രണ്ടുപേരും മനസ്സിലാക്കി. അപ്പോൾ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരു തീരുമാനം അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പോയിട്ട് കല്യാണം കഴിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു വീട് വിട്ട് ഓടി കല്യാണം കഴിക്കായിരുന്നു. ഈ സുനിലിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾക്കൊരു ഇലക്ട്രോണിക്സ് ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ലൈഫ് നല്ല പീസ്ഫുൾ ആയിട്ട് സമാധാനപരമായിട്ട് അവർ നാട്ടിലിങ്ങനെ പോവുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അവർക്ക് ഒരു പെൺകുഞ്ഞു കൂടി പിറക്കുകയാണ്. പ്രകൃതിയിൽ നിന്നായിരുന്നു ആ ഒരു പെൺകുഞ്ഞിന്.
അവർ പേര് നൽകിയത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു, കൽപ്പനയുടെ സ്റ്റഡീസും മറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞൊക്കെ ആയതിനു ശേഷം ഇവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് പരിങ്ങലിലായിരുന്നു. ആളുടെ വരുമാനം കൊണ്ട് ഫാമിലി തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൽപ്പന കുറേ ആഗ്രഹങ്ങളൊക്കെ ഇയാളോട് പറയുന്നുണ്ടായിരുന്നു. അതായത് കറങ്ങാൻ പോകണം, ട്രിപ്പ് പോകണം, ട്രാവൽ ചെയ്യണം. എന്നാൽ അതിനൊന്നും പറ്റിയൊരു സാമ്പത്തിക സ്ഥിതിയിലായിരുന്നില്ല സുനിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സുനിൽ കൽപ്പനോട് പറഞ്ഞു, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇപ്പം നമ്മൾ ട്രിപ്പ് പോകാന്നുണ്ടെന്നുണ്ടെങ്കിൽ യാത്രാ ചിലവുണ്ട്, അതുപോലെ തന്നെ ഫുഡിൻ്റെ ചിലവുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക റൂം എടുക്കുന്നതിൻ്റെ ചിലവുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാവുന്നതല്ല, അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നുള്ളൊരു തരത്തിൽ പറയുകയാണ്. എന്നാൽ ഇതിൻ്റെ പേരിലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളുടെ പേരിലും ഇവർക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കൽപ്പന ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഏകദേശം 4 വർഷം കഴിഞ്ഞു. അപ്പോഴത്തേനും ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മൂർച്ഛിക്കുകയാണ്. അവസാനം കൽപ്പന അയാളെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോവുകയും ചെയ്തു. സ്വന്തം വീട്ടിലെത്തിയ മകളെ കണ്ടപ്പോൾ അച്ഛൻ മകൾ ചെയ്ത തെറ്റൊക്കെ പുറത്തുങ്ങായിട്ട് മകളെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ മകളെയും പേരക്കുട്ടിയെയും ആൾ സ്വീകരിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൽപ്പന അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ എന്തായാലും ഇത്രയും പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, എനിക്കൊരു ജോലി സെറ്റാക്കി തരുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയുടെ അച്ഛൻ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു ജോലി അന്വേഷിക്കുകയാണ്. അങ്ങനെയാണ് 2006 ആ നാട്ടിലെ MLA ആയിരുന്ന അനൂപ് കുമാർ സായിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ അനൂപ് കുമാറിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾ ആദ്യം 1999 MLA ആയതാണ്. അതിനുശേഷം ഇപ്പോൾ 2004 MLA ആയി. അപ്പോൾ ആളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ കൽപ്പനയ്ക്ക് ഒരു ജോലി വാങ്ങി നൽകുകയാണ് ഉണ്ടായത്. അങ്ങനെ എല്ലാ ദിവസവും MLA ഓഫീസിലോട്ട് കൽപ്പന ജോലിക്കായിട്ട് പോകാനായിട്ട് തുടങ്ങി. ഈ അനൂപ് കുമാറിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾ കൽപ്പനയ്ക്ക് അവിടെ തന്നെ ജോലി വാങ്ങി സെറ്റാക്കി കൊടുത്തതിന് വേറെയും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കാരണം കൽപ്പനയ്ക്ക് ആ ഒരു സമയത്ത് 26 വയസ്സായിരുന്നു പ്രായം. അതേപോലെ തന്നെ ഭർത്താവുമായിട്ട് പിരിഞ്ഞിരിക്കുകയായിരുന്നു. കാണാനും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഈ ഒരു അനൂപ് കുമാറിന് ഈ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ വേറൊരു തരത്തിലുള്ളൊരു ആഗ്രഹം തോന്നുകയാണ്. അതിൻ്റെ ബേസിസിലാണ് ആള് അത്തരത്തിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തത്. അതിനുശേഷം 2009 ഇയാൾ വീണ്ടും MLA ആയി. അപ്പോൾ ആ ഒരു ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു അപ്പാർട്ട്മെൻറ്റിലെ ഫസ്റ്റ് ഫ്ലോറിൽ ഈ കൽപ്പനയെ താമസിപ്പിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് അവരുടെ ബന്ധം മറ്റൊരു തരത്തിലോട്ട് വളരുകയായിരുന്നു. അപ്പോൾ കൽപ്പന ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇയാൾ നടത്തി കൊടുക്കാറുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ ചോദിക്കുന്നത് എല്ലാം ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ഇയാൾ ഒരു 3 തവണ MLA ആയതാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കലി നല്ല ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആൾ ഈ ഒരു ലൈഫ് വളരെ സീക്രട്ടായിട്ടായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ഈ ഒരു അനൂപിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾ ഓൾറെഡി കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ള ഒരാളായിരുന്നു കേട്ടോ. എന്നാലും ആൾ 2 ലൈഫും നല്ല പാരലായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ അനൂപിനും അതുപോലെ തന്നെ കൽപ്പനയ്ക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. കൽപ്പനയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അനൂപ് പറ്റിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അനൂപ് പറഞ്ഞു, എന്തായാലും കുറച്ച് നാൾ കഴിയട്ടെ, കാര്യങ്ങളൊക്കെ സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് ഒഴിയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ അനൂപ് പുതിയ പ്രോപ്പർട്ടിയും കാര്യങ്ങളും വാങ്ങുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും ആളുടെ പേരിലും ആളുടെ വൈഫിൻ്റെ പേരിലൊക്കെ ആയിരുന്നു വാങ്ങിയിരുന്നത്. ഈ ഒരു കൽപ്പനയുടെ പേരിലൊന്നും തന്നെ വാങ്ങിയിരുന്നില്ല. ഇതിൻ്റെ പേരിലും ദേഷ്യം ഉണ്ടായിരുന്നു. എന്നെ കല്യാണം കഴിക്കണം, അതുപോലെ തന്നെ സ്വത്തിൻ്റെ പകുതി എനിക്ക് എഴുതി വെച്ച് തരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർക്കിടയിൽ അടി ഉണ്ടാവുന്നത് പിന്നീട് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ്. അനൂപാണെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറി സെറ്റാക്കാം എന്ന് പറഞ്ഞിങ്ങായിട്ട് ഇരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കെ അന്ന് കൃത്യമായി പറഞ്ഞാൽ 2016 മെയ് 6-ാം തീയതി മേഘദൂത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞ് വീണ്ടും പ്രശ്നം ഉണ്ടാവുകയാണ്. അതായത് എന്നെ കല്യാണം കഴിക്കണം, സ്വത്ത് എനിക്ക് തരണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അടി ഉണ്ടാവുകയാണ്. ആ ഒരു ടൈമിൽ ഈ അനൂപ് കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആൾ മദ്യലഹരിയിലായിരുന്നു. ആ ഒരു സമയത്ത് അയാൾ ഈ ഒരു സ്ത്രീയെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതിനുശേഷം ആളും റേസായി. അങ്ങനെ അതായത് ഈ ഒരു ആർഗ്യുമെന്റ് വലിയ രീതിയിൽ വലുതാവുകയാണ് ഉണ്ടായത്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ആ മുറിയിൽ ആ MLAയുടെ ഡ്രൈവറായിട്ടുള്ള ബർമൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ പുറത്തോട്ട് നിൽക്കാമെന്ന്. എന്നാൽ MLA പറയുകയാണ്, നീ എവിടെയും പോകണ്ട, നീ അവിടെ തന്നെ ഇരിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ ആളവിടെ ഇരുന്നു. പിന്നീട് ഇയാൾ കുറച്ച് തണുത്തു. പിന്നീട് കൽപ്പനോട് പറയുകയാണ്, ഓക്കെ, നീ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം, നമുക്ക് കല്യാണം കഴിക്കാം, ഇനിയിപ്പോൾ അധികം വൈകൊന്നും വേണ്ട, നാളെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ്. ഛത്തീസ്ഗഡിലെ റായ്ഗറിൽ പോയിട്ട് ഒരു അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം കഴിക്കാമെന്നുള്ളൊരു കാര്യമായിരുന്നു MLA പറഞ്ഞത്. അതിനാണെന്നുണ്ടെങ്കിൽ കൽപ്പന സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി തന്നെ ഈ MLAയുടെ ബൊലോറോയിൽ ഇവർ 4 പേരും കൂടെയും ഈ ഒരു ഛത്തീസ്ഗഡ് ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ്. 4 പേര് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MLA, ഡ്രൈവർ, കൽപ്പനയുടെ മകൾ, ഇവർ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് വീണ്ടും ഇവർ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുകയാണ്. അങ്ങനെ വീണ്ടും പ്രശ്നങ്ങളായി, ആർഗ്യുമെൻറ്റ്സ് ആയി. അങ്ങനെ ലാസ്റ്റ് ഈ MLA വണ്ടി നിർത്താനായിട്ട് പറയുകയാണ്. അപ്പോൾ ഡ്രൈവർ വണ്ടി നിർത്തി.
ഈ MLA എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പിറകിലോട്ട് പോയി. അതിനുശേഷം പിറകിൽ ഒരു ഇരുമ്പിൻ്റെ റോഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു റോഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു കൽപ്പനയുടെ തലക്കൊരു അടി വെച്ച് കൊടുക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ ബോധരഹിതയായ ആ ഒരു സ്ത്രീ നിലത്ത് വീണു. ഈ മകള് ഇതെല്ലാം തന്നെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ മകളൊരു വിറ്റ്നസ് ആണല്ലോ, അതുകൊണ്ട് അടുത്ത അടി മകളുടെ തലക്കായിരുന്നു. രണ്ടുപേരുടെയും ബോധം പോയി. അപ്പോൾ ഇനി ഈ ഒരു കൊലപാതകം ഒളിപ്പിക്കണമല്ലോ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അവർ ചിന്തിച്ചു. അപ്പോൾ ഇവരിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടും, ഇവരുടെ മുഖം മറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മുഖം വികൃതമാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ഇവരെത്തുകയാണ്. എന്നിട്ട് ആളുടെ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞു ഇവരുടെ മുഖത്ത് കൂടെ വണ്ടി കയറ്റാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ ഡ്രൈവർ നേരെ കുറേ റിവേഴ്സ് എടുത്ത് പോയിട്ട് ഇവരുടെ എന്താ പറയുക മുഖത്തൂടെ വണ്ടി കയറ്റുകയും ചെയ്തു. അങ്ങനെയാണ് ഇവരുടെ രണ്ടുപേരുടെയും മുഖം ചതഞ്ഞ് വികൃതമായത്, അതായത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തിയത്. പിന്നീട് ഇവർ രണ്ടുപേരും ഒന്നും അറിയാത്തതുപോലെ തിരിച്ച് ഒഡീഷയിലോട്ട് എത്തി. അപ്പോൾ പോലീസുകാരെങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൽപ്പനയുടെ ഹസ്ബൻഡായിട്ടുള്ള സുനിലിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സുനിൽ ഒരു തവണ ഈ തൻ്റെ മകളെ കാണാൻ പോയ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ മകളെ കാണാനായിട്ട് ഈ ഒരു MLAയുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് ആൾ പോയ സമയത്ത് MLA ആളെ തടഞ്ഞു. തൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും കാണാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെയധികം അപമാനിച്ചാണ് വിട്ടത്. അപ്പോൾ അന്നത്തെ ദിവസം ആൾക്ക് എന്താ പറയുക ഭയങ്കര വിഷമമായിരുന്നു, ഒരുപാട് കരഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾ പോലീസിനോട് പറയാണ്. അപ്പോൾ പോലീസിന് ഈ MLAനെ സ്വാഭാവികമായിട്ടും സംശയം തോന്നുകയാണ്. അങ്ങനെ അയാളെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കാനായിട്ട് തുടങ്ങി. പിന്നെ അന്നത്തെ ദിവസം MLAയുടെ ഫോണും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ക്രൈം നടന്നിരുന്ന സമയത്ത് ആ ഒരു സ്ഥലത്ത് ആ ഒരു ഫോണിൻ്റെ സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് പോലീസിന് മനസ്സിലാവുകയാണ്. പിന്നെ MLAയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആളാദ്യം കോൺഗ്രസ്സിലായിരുന്നു. പിന്നീട് ആ പാർട്ടി വിട്ട് BJL എന്ന് പറയുന്നൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്തു. ആൾക്കും അതുപോലെ തന്നെ എന്താ പറയുക CM-ആയിട്ട് നല്ല ബന്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആളുടെ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആൾ ഈ ഒരു കേസ് നല്ല രീതിയിൽ ലാഗാക്കാണ് ഉണ്ടായത്. പിന്നീട് 2018 ഭരണമാറ്റം വന്നതിന് ശേഷമാണ് ഈ ഒരു കേസിൽ പുരോഗതിയും മറ്റുമൊക്കെ ഉണ്ടായത്. പിന്നീട് 2020 ഫെബ്രുവരി 13-നാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിങ്ങായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോഴാണ് ഒരുപാടധികം കാര്യങ്ങൾ അറിയുന്നതും പിന്നീട് ഈ ഒരു ഡ്രൈവറെയും കൂടെ അറസ്റ്റ് ചെയ്യുന്നതും അയാളെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നതും. അതിനുശേഷം 2022-ലാണ് ഈ ഒരു കേസിന് എതിരായിട്ടുള്ള വിധി വരുന്നത്. അപ്പോൾ ഡ്രൈവർക്കും അതുപോലെ തന്നെ ഈ ഒരു MLAക്കും ജീവപര്യന്തം തടവായിരുന്നു കോടതി വിധിച്ചത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു കേസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് വന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.